ശുദ്ധാ ശുദ്ധാ കർത്താദേവ ജീവദായകനേ, ചിത്തശുദ്ധി നൽകി എന്നെ രക്ഷിക്കുന്നേ രാമേ. വാസം ചെയ്യനുള്ളിൽ ദേവ പാപബോധം നൽകാ, നാശമായി പോകാനെന്നെ പാലിച്ചിടേണമേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിൻ്റെ പാദപിടിച്ചിലൊന്ന് ഇരിക്കുവാനും എൻ്റെ അപ്പനെ ഒന്ന് പാടി സ്തുതിപ്പാനും തന്ന കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെയും ചേർത്ത് വയ്ക്കുകയാണ്. ദൂരത്തും ചാർത്തുമാരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഉള്ളതുപോലെ ഞങ്ങളെ അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരും നിശ്ചയമാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാ, ഞങ്ങളെ കരുതുന്ന ദൈവമാ, ഇന്ന് വരെ മാനിച്ചുയർത്തി നടത്തിയ ദൈവമാ, വീണ്ടും നടത്തുവാൻ സർവ്വശക്തനാ. ആ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെയും സമർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായും ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകളെ, ഞങ്ങളുടെ ഉപജീവനമാർഗം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നുവരെയും ഞങ്ങളെ നടത്തിയ ദൈവമേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമാധാനത്തോടെ കാത്തോണേ, സൗഖ്യത്തോടെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ, മറ്റ് വിവിധ കോഴ്സുകളിൽ, ഡിഗ്രിക്കൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന എല്ലാ മക്കളും കർത്താവേ, പ്രത്യേകിച്ച് റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുത ജയം നൽകുമാറാകണം. എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സാക്ഷിപ്പാനൊക്കെ സംഗതിയാക്കുമാറാകണം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ ഒരു ജയം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകി സഹായിക്കുമാറാകണം. നെടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ പ്രിയ മക്കളെയും അവരുടെ പേരുകളെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊതിയോടെ കാത്തിരിക്കുന്നവർ, ആവശ്യവും ആഗ്രഹമുള്ള മക്കളെ കർത്താവേ, നീ അവരെ സ്നേഹിക്കണമേ, അവരെ കരുതണമേ, അവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ, എല്ലാ തടസ്സവും മുടക്കവും മാറ്റണമേ. അവരുടെ പേപ്പർ വർക്കുകളൊക്കെയും ഏറ്റവും ശ്രേഷ്ഠകരമായി നടക്കട്ടെ കർത്താവേ. എത്രയും പെട്ടെന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ കടന്നുപോയി ജോലി കാര്യങ്ങളെ ചെയ്യുവാനും നന്മ പ്രാപിപ്പാനും സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ. OIT IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ, പമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, എൻ്റെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണം. എല്ലാ നന്മയിലും അനുഗ്രഹത്തിലും അവരെ നടത്തണം പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യമറിഞ്ഞ് കരുതിക്കൊള്ളുമാറാകണം. തമ്പുരാനെ, സമയം ഉപജീവനമാർഗ്ഗമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അവർക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കണം. ഉപജീവനമാർഗ്ഗം ചോദിക്കുന്ന എല്ലാ മക്കൾക്കും സ്വർഗം വഴി തുറന്നേ മതിയാകും. അങ്ങ് മനസ്സലിവും കരുണയുമുള്ള ദൈവം, അങ്ങയ്ക്കൊരു കാര്യം അസാധ്യമല്ല. അങ്ങയുടെ സമയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക കർത്താവേ. എല്ലാ അടഞ്ഞ വഴികളും സ്വർഗം തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. കർത്താവ്, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കുറവുകളും പാപങ്ങളും ക്ഷമിക്കണമേ. കർത്താവിയുടെ കുടുംബത്തോട് മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, സമയം ഹല്ലേലൂയ. ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് കാത്തോണേ, ആരോഗ്യത്തിനും സമാധാനത്തിനും നല്ല പ്രതിഫലവും കൊടുത്ത് മാനിച്ചാട്ടെ. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്കത ഉണരുക്കിക്കാട്ടെ, അവർ വിവാഹം നടക്കട്ടെ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. നീറിപ്പുകയുന്ന വിഷയത്തിന് നടുവിൽ വേദനിക്കുന്ന ജീവിതങ്ങളുടെ മേൽ അവരുടെ വിഷയത്തിന് പരിഹാരമായി സ്വർഗം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവ് എല്ലാ ഉപജീവനമാർഗത്തെ സ്വർഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ ആരെയും അനുവദിക്കല്ലേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. കഷ്ടനഷ്ടം കൂടാത്തവരെയും കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് മനസ്സല്യണമേ കർത്താവേ. അവരുടെ ബുദ്ധിമുട്ടിനെ പൂർണ്ണമായും തീർത്തു കൊടുത്താട്ടപ്പാ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവർ കർത്താവേ, ഭവനമില്ലാതെ ഹല്ലേലി കർത്താവേ, വഴിത്തിരക്കിലായിരിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവേ. സ്വന്തമായി തലചായ്പാൻ ഒരിടം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളെയും ഏൽപ്പിക്കുന്നപ്പാ. അത് പൂർത്തീകരിച്ച് പാർക്കുവാനൊക്കെ ഭാഗ്യം ഒരുക്കി കാട്ടു കർത്താവേ. സ്വർഗത്തിലെ കലവറ തുറന്നു കൊടുത്ത് എൻ്റെ മക്കളെ സഹായിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വാഹനമോടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ്റെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിച്ചോണം. ആപത്തനത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കുമാറാകണം അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവേ, സമയം ഹാലലുയ കർത്താവേ, ഹാലലുയ കർത്താവ്. മധ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവർക്കൊരു മാനസാന്തരം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വീണ്ടും ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കട്ടെ. രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരേണ്ട ജീവിതങ്ങളുണ്ട് കർത്താവ്. എൻ്റെ ദൈവമായ കർത്താവെ, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ രക്ഷയുടെ അനുഭവം, മാനസാന്തരത്തിൻ്റെ അനുഭവം. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹല്ലേലി കർത്താവെ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ രക്ഷിക്കണമേ, സഹായിക്കണമേ അപ്പാ. എൻ്റെ കർത്താവിനെ ഒന്ന് അറിഞ്ഞ് ജീവിപ്പാൻ, കുടുംബമായ ദൈവിക സമാധാനമെന്ന് അനുഭവിപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അന്ധകാര ബന്ധനങ്ങളിൽ നിന്നും എല്ലാവരെയും വിടുവിച്ചാട്ട് കർത്താവെ. എൻ്റെ കർത്താവ് സഹായിച്ചേ മതിയോ. മറ്റൊന്നുമല്ലപ്പാ ചോദിക്കുന്നത്. എൻ്റെ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അപ്പാ അവിടുന്ന് അത് സഹായിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, അങ്ങനെ എല്ലാ വിഷയവും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിൽ അലറി കഴിയുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അറിയാതെ ഞങ്ങളുടെ തലയിലൊരു മുടി പോലും കൊഴിയുകയില്ല അപ്പാ. എല്ലാ വേദനകളിൽ നിന്നും ഓരോ മക്കളെയും വിടുവിച്ച് സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണം അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയഭാരവും മാറ്റണമേ കർത്താവ്. ദൈവമേ, അനർത്ഥ സംഭവങ്ങൾ ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ, സഹോദരങ്ങളെ, ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെ, ഞങ്ങളുടെ രാജ്യത്തെയൊക്കെ കർത്താവ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവജനതയോട് കരുണ കാണിക്കണമേ കർത്താവ്. സമാധാനമായ ജീവിതം നയിപ്പാൻ എല്ലാവർക്കും സഹായിച്ചാട്ടപ്പാ. ഭരണകൂടങ്ങളൊക്കെ ഇടപെടണമേ കർത്താവ്. വിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണം. എല്ലാം അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയെ അനുഗ്രഹത്തിൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യൻ അവിടുന്ന്. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ. അങ്ങൊന്ന് തൊട്ടാൽ മതി, ഒരു വാക്ക് കേൾപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് വിടുതൽ വരും കർത്താവേ. ഞങ്ങളത് തിരിച്ചറിഞ്ഞവരാപ്പാ. വീണ്ടും എൻ്റെ കർത്താവേ, ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യമടിക്കുന്ന ഐസിയുലും CCUലും വെന്റിലേറ്ററിൽ കിടക്കുന്ന എല്ലാ രോഗികളെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. എൻ്റെ അപ്പൻ്റെ സൗഖ്യം കാത്തു കിടക്കുകയാണ്. അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണം. വിടുതലയച്ചിരിക്കയാൽ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.